എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇനി നമുക്കിതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതാ ഇവിടെ ഒന്ന് 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ ബ്രെഡും 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കോണ് തിരിച്ച് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ 4ആയിട്ട് ഒരു ബ്രെഡിനെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കുന്ന എല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കടലമാവിന് പകരം ഇതിലേക്ക് മൈദാമാവും അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ അളവിൽ ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതവിടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അധികം ലൂസായി പോകാൻ പാടില്ല. ഇത്തിരി കട്ടിക്ക് വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കൊടുത്ത് നമുക്കിതിനെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. മാവ് ഇവിടെ നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കലക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വരും കേട്ടോ ഈ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുമ്പോൾ. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചേർക്കണമെന്നില്ല. ഞാൻ പിന്നെ നമുക്കിവിടെ മല്ലിയില ഇഷ്ടമായതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഓരോന്ന് വിധം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് 2 സൈഡും ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല മാവ് കട്ടിയായത് കൊണ്ട് തന്നെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കട്ടിക്ക് വേണം കലക്കിയെടുക്കാൻ. കണ്ടോ, ആ ഒരു ബ്രെഡിൽ നല്ലതുപോലെ പൊതിഞ്ഞിരിക്കണം ആ മാവ്. അതിനുശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ 3 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അധികം എണ്ണ കൂടുതൽ ഒഴിച്ചെടുക്കില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഉപയോഗിക്കുന്ന എണ്ണ പിന്നീട് നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഇതിനെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് നല്ലതുപോലെ എണ്ണയൊന്ന് ഊറ്റിയ ശേഷം നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സ് അല്ലേ ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഞാനവിടെ സ്നാക്സ് എല്ലാം തയ്യാറാക്കി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൺ വേർഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ഒരു ലൈക്കെങ്കിലും തരണേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ.